വാമപ്പ് ചെയ്യാണ്ട് ആരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. വാമപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മൾ കണ്ടീഷൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ചെയ്യണ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. ഒരു മാസത്തിനകത്തെ പഴയ PR കഴിഞ്ഞ് വീണ്ടും ഇമ്പ്രൂവ് ആകാനായിട്ട് പറ്റും. എന്തായാലും നമ്മളെന്തായാലും ഗിവപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നെവർ ഗിവ് അപ്പ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ഈ ആം റെസ്ലിംഗ് വർക്കൗട്ട് നമ്മൾ ജിമ്മിലെ ബോഡി വർക്കൗട്ടിന്റെ കൂടെ എങ്ങനെ ചെയ്യാം എന്നിട്ടുള്ള ഒരു ഡൗട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് എന്തുകൊണ്ട് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. ഞാൻ 2 ആഴ്ച മുന്നേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്നാണ്. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, എനിക്കൊരു ചെറിയൊരു ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് റെഡി ആയത് ഇപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ജിമ്മിൽ ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ഓർ ആം റെസ്ലിംഗ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ 9 മണി വരെയാണ് ഗൈസ് ജിമ്മ്. അപ്പൊ ഞാൻ 9 മണി തൊട്ട് 11 മണി വരെ PT ടൈമാണ്. അപ്പൊ ആ ടൈമൊക്കെ ഞാൻ വ്ളോഗ് എടുക്കാൻ വന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വാമപ്പ് ചെയ്യാം. വാമപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം വർക്കൗട്ട് തുടങ്ങാൻ. വാമപ്പ് ചെയ്യാണ്ട് ആരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. വാമപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മളിപ്പം ഡയറക്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എവിടെയെങ്കിലും ഒക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വാമപ്പ് മസ്റ്റാണ്. അതിപ്പോ ആം റെസ്ലിംഗ് വർക്കൗട്ട് ആണെങ്കിലും ശരി, ബോഡി വർക്കൗട്ട് ആണെങ്കിലും ശരി, വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പൊ ഞാൻ എന്തായാലും വാമപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ബോഡി വാമപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോ ഇനി വർക്കൗട്ടിലോട്ട് പോവാം. ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ വിങ്സിനാണ്. അപ്പൊ വിങ്സ് പാർട്ടിന് കളിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ സ്ട്രെങ്ത് ട്രെയിനിങ് ഓർ ആം റെസ്ലിംഗ് ചെയ്യാന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഞാനിന്ന് വിങ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആം റെസ്ലിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഹാൻഡ് ഒന്ന് കണ്ടീഷൻ ചെയ്യണം. കണ്ടീഷൻ ചെയ്തതിന് ശേഷം ഹെവി ബൈസിക്കിളിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം സീറ്റഡ് റോയിൽ തന്നെ തുടങ്ങാം. പിന്നെ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് ചെയ്യണം. ഒരു മീഡിയം ലെവൽ വെയിറ്റ് മാത്രം ഞാൻ ഇടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഹെവി വെയിറ്റ് പോകാനുള്ളത് കൊണ്ട് ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മീഡിയം വെയിറ്റ് മാത്രം ഇട്ട് വർക്ക് ചെയ്തു. അപ്പൊ വിങ്സിന്റെ 3 പാർട്ടിനുള്ള വർക്കൗട്ട് കഴിഞ്ഞായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രെയിറ്റ് ആൻഡ് പുൾ ഡൗൺ ആണ്. അപ്പൊ ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആംസിന്റെ വർക്കൗട്ടിലോട്ട് പോകും. അപ്പോൾ വിങ്സിനുള്ള 4 വർക്കൗട്ട്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആം റെസ്ലിംഗ് വർക്കൗട്ട് ഇപ്പൊ നമ്മൾ ബൈസിക്കിളാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ ബൈസിക്കിളിന് മുന്നേ ആദ്യം ഹാൻഡ് ഒന്ന് കണ്ടീഷൻ ചെയ്യണം. പിന്നെ കുറെ നാൾ ചെയ്യാതിരുന്ന് ചെയ്തത് കൊണ്ട് എല്ലായിടും ഒരു പിടുത്തമുണ്ട്. ഇത് ഇന്നല്ല അറിയണം, നാളെയാണ് മെയിൻ ആയിട്ട് അറിയണത്. വിങ്സിന്റെ ഇവിടെയൊക്കെ നല്ല പിടുത്തമായിരിക്കും. പിന്നെ ഞാൻ നോർമലി റെഗുലർ ആയിട്ട് അങ്ങനെ ജിമ്മിൽ വരുന്ന ഒരാളല്ല. ഞാൻ ആകെ ഇതിന് മുന്നേ അഡ്മിഷൻ എടുത്തിട്ട് ആകെ 1 മാസം മാത്രമേ ജിമ്മിൽ വന്നിട്ടുള്ളൂ. ഞാനൊരു ഹോം വർക്കൗട്ട് പേഴ്സൺ ആണ്. പക്ഷെ ഇനി ജിമ്മിൽ റെഗുലർ ആയിട്ട് വരണം, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ ഞാൻ ആദ്യം 2 ഡംബൽ എടുത്തിട്ട് ഹാൻഡ് ഒന്ന് കണ്ടീഷൻ ചെയ്യട്ടെ. ആദ്യം ചെറിയൊരു 5 കിലോ 2 ചെറിയ ഡമ്പൽ എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടീഷൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ ചെയ്യണ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. ആദ്യം ഇതേപോലെ ഹാൻഡ് നല്ല രീതിക്കൊന്ന് വാമാകും. നമ്മൾ തുടക്കമേ ചെന്ന് ഹെവി ബൈസിക്കിളിൽ വെയിറ്റ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത്രയും വെയിറ്റ് ലോഡ് കയറുമ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ബൈസൊക്കെ ചെറുതായിട്ടൊന്ന് വാമാക്കി വെക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് കണക്ക് കുറച്ച് ഡംബിൾസ് എടുത്ത് മാറി മാറിയാണെങ്കിൽ കുറച്ച് റെപ്സും സെറ്റ്സും എടുത്തതിന് ശേഷം നമുക്ക് നേരെ W ബാറിൽ ബൈസിക്കിളിലോട്ട് പോകും. അപ്പോൾ അടുത്ത ഡംബൽ എടുത്തിട്ടുണ്ട്.
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. എപ്പോൾ വർക്കൗട്ട് ചെയ്താലും തുടക്കമേ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ കൂടെ നിൽക്കണം അവരെ മുമ്പ് ഈഗോ കാണിക്കാൻ വേണ്ടി തുടക്കമേ മാക്സിമം വെയിറ്റ് എടുത്ത് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ഹാൻഡാണ്. എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ ടൈം എടുക്കും. അപ്പൊ നിങ്ങളെ ഈ ഉത്സാഹിപ്പിച്ച് വിടുന്നവരൊന്നും പിന്നീട് കാണത്തില്ല. അതുകൊണ്ട് തുടക്കം എപ്പോഴും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഹെവി വെയിറ്റിലോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ നല്ല പണി. ഫോക്കസ്ഡ് ആയിട്ട് പയ്യെ വാമപ്പ് ചെയ്തിട്ട് തുടങ്ങിയാൽ മതി. ഇനി അടുത്ത നമ്പർ എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു നമ്പറും കൂടി എടുത്തിട്ടൊന്ന് വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ടിലോട്ട് പോകും. ഞാനിപ്പോ പയ്യെ പയ്യെ വെയിറ്റ് ജമ്പ് ചെയ്തിട്ട് 20x4 റെപ്സ് അടിക്കുന്നത്. നിങ്ങളുടെ ഡംബിൾസ് നിങ്ങളെ ഹാൻഡിന്റെ ഒരു ഇത് വെച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഓവർ വെയിറ്റ് എടുക്കരുത് വാമപ്പ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഒരു മീഡിയത്തിനും താഴെ നിൽക്കുന്ന വെയിറ്റ്സ് എടുത്തിട്ട് വാമപ്പ് ചെയ്താൽ. ഞാൻ 20x4 റെപ്സ് അടിച്ചതിന് ശേഷമാണ് ഹെവി വർക്കൗട്ട്സിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി ബൈസെപ്സിനോട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും മെയിൻ ആയിട്ട് ഈ ബെൽറ്റ് ഇടാനായിട്ട് നോക്കണം. ബിഗിനേഴ്സ് മസ്റ്റ് ആയിട്ട് ബെൽറ്റ് ഇടണം. പിന്നെ ഞാൻ ഇപ്പൊ തുടക്കം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നോർമലി തുടക്കത്തെ വെയിറ്റുകളിലൊന്നും ഇത് ഇടുന്നതല്ല, അവസാനം മാത്രമേ ഇടാറുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ബെൽറ്റ് ഇടാനായിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. കിടലും ബെൽറ്റ് ആണ്. ഇതിന് എവിടെ ചുറ്റി വയ്ക്കുന്നുണ്ട്. ഇതിന്റെ എന്തിലുള്ള സാധനമൊക്കെ പൊട്ടിയിരിക്കണം. കിട്ടിലും ജിമ്മാണ് ഇവിടുത്തെ. അതുകൊണ്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ട്രെയിനർ ഒന്ന് കാണിച്ചു കൊടുത്താൽ ട്രെയിനറിന് നാണോ? ഓക്കെ, അപ്പൊ നമ്മള് ഡബിൾ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെയിറ്റ് ആഡ് ചെയ്യണം. ഞാൻ തുടക്കാനായിട്ട് 10 കിലോ സ്റ്റാർട്ട് ചെയ്യും. 10 20 കിലോ സ്റ്റാർട്ട് ചെയ്യണം. ചെയ്യേണ്ട ഫോം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞത്. ഈ സ്വരം പിടിച്ച് വയ്ക്കാനാണ് ഈ പാട്. ഓക്കെ, അപ്പം ഗ്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രിപ്പ് എടുക്കേണ്ടത് നിങ്ങൾ ഗ്രിപ്പ് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡബ്ല്യു ബാറിന്റെ ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ ഗ്രിപ്പ് എടുക്കണം. ഗ്രിപ്പ് എടുത്തതിന് ശേഷം ഈസിന് ഇതേപോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഹാഫ് കേൾ മോഷനിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തു. നമുക്ക് ഈ വെയിറ്റിൽ 20x2 സെറ്റ് എടുക്കാം. 20 റെപ്സിന്റെ 2 സെറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് വെയിറ്റ് ജമ്പ് ചെയ്യാം. തുടർന്ന് ചെയ്യുന്ന സമയത്ത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഫോക്കസ്ഡ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി വെയിറ്റ് മാറ്റാം. ഇപ്പം 20 ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ 10 മാറ്റിയിട്ട് ഞാൻ 15ന്റെ 2 പ്ലേറ്റ് കയറ്റാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ 30 കിലോയിലെ 20 റെപ്സിന്റെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് റെപ്സ് പോകണം. അത് കഴിഞ്ഞിട്ട് പയ്യെ വെയിറ്റ് ചെയ്യാം. ഞാൻ ആ ഇഞ്ചുറിക്ക് ശേഷം ഇപ്പോഴാണ് വെയിറ്റ് ട്രെയിനിങ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പമ്പാകുന്നു. പഴയ എൻഡ്രൻസ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പഴയതിന്റെ അത്ര വെയിറ്റും പോലെ. അത് മാത്രമല്ല ഇന്ന് ഞാൻ അധികം വെയിറ്റ് എടുക്കുന്നില്ല. കുറെ നാൾ ചെയ്യാതിരുന്നിട്ട് ചെയ്യണ ദിവസം തന്നെ മാക്സിമം വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. നാളെ പല്ല് തേക്കണ സമയത്ത് ഇങ്ങനെ തേക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഓവർ ഞാൻ വെയിറ്റ് ഇടുന്നില്ല. കൂടിപ്പോയ ഒരു 60 കിലോ വരെ പോയിട്ട് ഞാൻ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കൈ ഒന്ന് ഫോമായി വരുന്നതിനനുസരിച്ച് വെയിറ്റ് കൂട്ടി
ഒരു 20 കിലോ കൂടെ എടുത്തിട്ട് 50 കിലോ ആക്കാം. അപ്പൊ അടുത്ത 2 സെറ്റ് എടുക്കാൻ പോണ ഇതിലെ. അപ്പൊ ഞാൻ ആ ഊള ബെൽറ്റിൽ വർക്ക് ചെയ്യണത് കണ്ടുകൊണ്ട് നമ്മുടെ ട്രെയിനർ സഞ്ജു എനിക്ക് വേറൊരു ബെൽറ്റ് എവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സഞ്ജുനെ കാണില്ല, സഞ്ജു കിട്ടിയതാണ് ഇവിടെ ഉള്ള സാധനമാണ്. അതെ അതെ അതെ, ജിമ്മിനെ പറഞ്ഞപ്പോ ഒന്ന് ഈ ബെൽറ്റ് കംഫർട്ടബിൾ ആണ്, കാണാനും വൃത്തിയുണ്ട്. പക്ഷെ ഇതിലെ സൈഡില് സാധനം ഇല്ല കേട്ടോ, അത് മാത്രം ഒരെണ്ണത്തിനും ഇല്ല. ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം കൈയുടെ ആ ഒരു സ്ട്രെങ്തിന് നല്ല വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 50 കിലോയൊക്കെ ലിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം സ്ട്രഗിൾ ആയിട്ട് തോന്നി. ഞാനിപ്പോ വീണ്ടും ഒരു 10 കിലോ കൂടെ ആഡ് ചെയ്തിട്ട് 60 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വർക്ക് ഞാൻ 60 നിർത്തും. എന്തായാലും പഴയതുപോലെ ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ഇഞ്ചുറി ഇപ്പൊ മാറി വന്നതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് ടൈം എടുത്ത് ഒരു മാസത്തിനകത്തെ പഴയ PR കഴിഞ്ഞ് വീണ്ടും ഇമ്പ്രൂവ് ആവാനായിട്ട് പറ്റും. എന്തായാലും നമ്മളെന്തായാലും ഗിവ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നെവർ ഗിവ് അപ്പ്. ഗൈസ് അപ്പം 60 കിലോ എടുത്തിട്ടുണ്ട്. 60 കിലോര 10x2 reps ആണ് അടിച്ചത്. അപ്പൊ കുറച്ച് അത്യാവശ്യം തളർന്നു. ഇപ്പോഴും കുറെ നാളെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ടൈം എടുക്കും കയറി വരാനായിട്ട്. അപ്പൊ ഞാൻ കരുതി 60 കുഴപ്പമില്ലാണ്ടപ്പോ എനിക്ക് തോന്നുന്നു 50 എടുത്തപ്പോഴ് ഉള്ളതിന്റെ അത്ര പാട് 60 തോന്നില്ല. കാരണം 50 എടുത്ത സമയത്ത് ഹാൻഡ് ഒന്ന് വാമായിട്ട് കൂടെ ആ ഒരു വെയിറ്റ് കൈയുമായിട്ട് പൊരുത്തപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും അടുത്ത 70 ട്രൈ ചെയ്യാം. നമ്മൾ ആദ്യം 15 കിലോ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 10ഉം 5ഉം മാറ്റിയതിനു ശേഷം 15 കിലോ 2 കൂടെ ഇടാം. അതാകുമ്പോൾ 4 ഡമ്പല് കയറുമ്പോൾ തന്നെ 60 കിലോ ആവും. പിന്നെ 5ന്റെ 2 കൂടെ ഇടുമ്പോൾ 70 ആവും. അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ഞാൻ 70 കിലോയിൽ ഇവിടെ നിർത്തുകയാണ്. പിന്നെ ഞാനിപ്പോ ലാസ്റ്റ് 70 kg അടിച്ച സമയത്ത് നടു നല്ല രീതിക്ക് ബെൻഡ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടു ഇങ്ങനെ ബെൻഡായി ചെയ്യരുത്. നടു ബെൻഡ് ആവുന്നതിന് മുമ്പേ ഉള്ള വെയിറ്റിൽ വർക്ക് ചെയ്തിട്ട് നിർത്തണം. ഞാനിപ്പോ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്, മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. അതാകുമ്പോൾ നടു ജസ്റ്റ് ഇങ്ങനെ പോയാലും എനിക്ക് അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൂടുതലും ആംബുസ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള വെയിറ്റ്സ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നടു ബെൻഡ് ആവും. ചില സമയത്ത് നല്ല രീതിക്ക് ബെൻഡ് ആവും. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒടിയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നോക്കി കണ്ടും വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ ബൈസിക്കിൾ ഞാൻ 70 kg ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇനി പഴയ വെയിറ്റിലോട്ട് ഇനി ജമ്പ് ചെയ്യണം. ഈ 2.5 മാസത്തെ ഗ്യാപ്പിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി പഴയ വെയിറ്റിലോട്ട് ജമ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് ബൈസിക്കിൾ വിങ്സിനും അപ്പൊ നിങ്ങൾക്ക് ഇന്നിപ്പോ മനസ്സിലായി കാണുമല്ലോ ബോഡി പാർട്സിനും എങ്ങനെ വർക്ക് ചെയ്യാം, സ്ട്രെങ്ത് ട്രെയിനിങ്ങും എങ്ങനെ വർക്ക് ചെയ്യാൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ.
അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബ്ലോഗ് അത്യാവശ്യം ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ബോഡി വർക്കൗട്ടും ഒരുമിച്ച് എങ്ങനെ ചെയ്യാമെന്ന് ഡൗട്ട്സ് ഉള്ളവർക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പം ഇതേ കണക്കത്തെ സ്ട്രെങ്ത് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും ബൈ.